നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴാണ് മാർക്കറ്റിലെ റൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ടൈം? അപ്പോൾ ഇപ്പോഴത്തേലും മാർക്കറ്റിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ 2-3 വർഷങ്ങളിലായാലും മാർക്കറ്റിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റികൾ, മാർക്കറ്റിൻ്റെ പല സ്റ്റോക്കുകളിലും വലിയൊരു ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റികളൊക്കെ മിസ്സായവരായാലും പുതിയതായിട്ട് വരുന്ന ആളുകളായാലും പലരും അത് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇനി മാർക്കറ്റിൽ വരുന്നത്? അപ്പൊ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളായാലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ കണ്ടതിന് ശേഷം ഡിസിഷൻ എടുക്കുക. ഞാനിത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ മാർക്കറ്റിൽ 14 വർഷത്തോളമായി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളായാലും ഓരോ കാര്യങ്ങളായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നായാലും ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജികൾ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മാർക്കറ്റിലായാലും ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സമയം? ജസ്റ്റ് ഇത് പറയുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിലും ഈ ഒരു ഗ്രാഫ് നമുക്ക് കാണാം. ഞാനത് നമുക്കൊരു വൈഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്കോ മന്ത്ലി ടൈം ഫ്രെയിമിലേക്കോ മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിലും മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം വ്യൂ എപ്പോഴും നിങ്ങൾക്ക് കാണാം. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം വ്യൂ അല്ല നിങ്ങൾ നോക്കേണ്ടത്. കുറച്ചൊരു ബാക്കിലേക്ക് എടുത്തിട്ടുള്ള ഒരു ലോങ് ടൈം വ്യൂയും കൂടി നിങ്ങളത് മാർക്കറ്റിലെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റിനായാലും എപ്പോഴും മാർക്കറ്റിന്റെ ഒരു വലിയൊരു മൊമെന്റ് ആയാലും മാർക്കറ്റിൽ ഇതൊക്കെ മാർക്കറ്റിലെ വലിയൊരു മൊമെന്റ് ആണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ് മാർക്കറ്റിൽ അത് വന്നിരിക്കുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നിരിക്കുന്നത് 2020 സമയത്താണ്. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. അതായത് ഇതാണ് ആ ഒരു കറക്ഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു കറക്ഷൻ വന്നിരിക്കുന്നത് മാർക്കറ്റിലായാലും ഇതൊരു 12,433 ആ ഒരു കറക്ഷൻ വന്നിരിക്കുന്നത്. ആ ഒരു കറക്ഷൻ എൻഡ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക എത്രയിലാണ്? 7,507 ഈ ഒരു വലിയൊരു മൂവ്മെന്റ്, വലിയൊരു ബുൾ റാലി തുടങ്ങുന്നതിനെക്കാട്ടി മുൻപ് തന്നെ മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെന്ന് കാണാം. ഇത് അറൗണ്ട് ഒരു 39-40% കറക്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ബുൾ റാലി ഒരുപാട് സമയം നിലനിന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ആ ഒരു ബുൾ റാലിയുടെ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2020 മാർച്ച് 2020 മുതലാണ് ആ ഒരു ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുൻപ് ഇതേപോലത്തെ ഒരു മൊമെന്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതേപോലത്തെ ഒരു വലിയൊരു ബുൾ റാലി വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ആ ഒരു ബുൾ റാലി അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 7,900 ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ടും മാർക്കറ്റിൽ ഇതേപോലെ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് 8,968 അടുത്ത് നിന്ന് മാർക്കറ്റ് 7,898 വരെ വന്നിട്ടുണ്ട്. പക്ഷെ ശരിക്കും ആക്ച്വലി ഈ ഒരു ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നല്ല. ശരിക്കും ഈ ഒരു ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ശരിക്കും ആ ഒരു ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് 6,800 നിന്നാണ് ആ ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ബുൾ റാലിക്ക് മുൻപ് തന്നെയായാലും മാർക്കറ്റിൽ 2015 മാർക്കറ്റിൽ ഒരു നല്ലൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. അതായത് 9,119 അടുത്ത് നിന്ന് ആണ് മാർക്കറ്റ് കറക്ഷൻ വന്നിരിക്കുന്നത്. അതായത് വന്നു നിന്നത് 6,826 വന്നിരുന്നത്. ഈ കറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫാൾ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 25% ആണ് ഒരു ഫാൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് അത്ര വലിയൊരു ഫാൾ എന്ന് നമുക്ക് പറയാൻ പറ്റുക. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫാൾ അത്ര വലിയ, കാരണം ഇതൊരു 10%, ഇതൊരു സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു കറക്ഷൻ ആണ്. ഇപ്പൊ മാർക്കറ്റ് നോക്കുക, മാർക്കറ്റ് വലിയൊരു ബുൾ റാലിക്ക് മുൻപ് തന്നെയായിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു 30% മാർക്കറ്റ് ഒരു കറക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ബുൾ റാലിക്ക് തയ്യാറെടുത്തത്. അപ്പൊ അതിനുശേഷം ഈ ഒരു ബുൾ റാലിയുടെ ഒരു റീട്രേസ്മെന്റ് മാത്രമാണ് ഈ ഒരു 10% കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഈ ഒരു ബുൾ റാലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് കുറെ നാള് നിലനിന്നിരുന്നു.
അപ്പൊ അതിനുശേഷമായാലും ആ ഒരു ബുൾ റാലി അവസാനിച്ചത് ഇവിടെയാണ് ആ ഒരു ബുൾ റാലി അവസാനിച്ചത്. പക്ഷെ അതിന് മുൻപൊക്കെ ഇതില് സാധാരണ നോർമൽ ആയിട്ടുള്ള കറക്ഷൻസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ വരുന്ന നോർമൽ ആയിട്ടുള്ള ഒരു കറക്ഷനാണ്. അതായത് 11,772, അതുപോലെ തന്നെ ലോ വന്നിരിക്കുന്നത് 10,000. അപ്പൊ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കറക്ഷനാണ്. ഇതൊരു 10%, ഇതൊരു 14%, 10% ഒക്കെയാണ് ഈ ഒരു കറക്ഷൻ വരുന്നത്. അപ്പൊ നോർമൽ കറക്ഷൻ എന്ന് പറയുന്നത്, നോർമൽ 10% കറക്ഷൻ ഒക്കെ മാർക്കറ്റിലെ നോർമൽ ആയിട്ടുള്ള ഒരു കറക്ഷനാണ്. ആ 10% കറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡിന്റെ, ഈ ഒരു ബുൾ റാലിയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഈ ഒരു വരുന്ന ഓരോ 10% കറക്ഷൻസും ഈ ഒരു ബുൾ റാലിയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഹിസ്റ്ററിയിൽ വാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആ ഒരു ബുൾ റാലി അവസാനിക്കുകയാണ്. ആ ഒരു ബുൾ റാലി അവസാനിക്കുമ്പോൾ ഇത് വലിയൊരു കറക്ഷൻ വന്നിട്ടാണ് ആ ഒരു ബുൾ റാലി അവസാനിക്കുന്നത്. പക്ഷെ ഇത് ബുൾ റാലി അവസാനിക്കുന്നതും വലിയൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും വളരെ ക്വിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ബുൾ റാലി അവസാനിച്ചുള്ള ഈ ഒരു കറക്ഷൻ നമുക്ക് എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കാം. അതായത് 12,430. ഇത് നിങ്ങൾക്ക് കാണാം, ഇതൊരു 36% ആണ് ഈ ഒരു കറക്ഷൻ വരുന്നത്. അപ്പോൾ എപ്പോഴും വലിയൊരു ബുൾ റാലിക്ക് മുൻപുള്ള ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഒരു 30-40% ആ റേഞ്ചിലേക്ക് ഒരു കറക്ഷൻ, ഒരു വലിയൊരു കറക്ഷൻ അത്ര വരും. അപ്പൊ അതിനുശേഷം വന്നിരിക്കുന്ന ഒരു മൂവ്മെന്റ് ആയാലും വലിയൊരു മൂവ്മെന്റ്. അപ്പോൾ വലിയൊരു മൂവ്മെന്റ് വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് വലിയ കറക്ഷൻ മാർക്കറ്റിൽ വന്നതിന് ശേഷമാണ് ആ ഒരു വലിയൊരു ബുൾ റാലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ വരുന്ന ഈ ഒരു 10% ഫാൾ ആയാലും അല്ലെങ്കിൽ 7% ഫാൾ ആയാലും സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു കറക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ബുൾ റാലിയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബുൾ റാലി നമുക്ക് എത്രത്തോളം മുകളിലോട്ട് പോകാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് നോർമൽ ആയിട്ടുള്ള കറക്ഷൻ. അപ്പോൾ നിഫ്റ്റിയിലായാലും ഒരു 10% കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു കറക്ഷനാണ്. ഇപ്പൊ നിഫ്റ്റി വന്നിരിക്കുന്ന ലൈഫ് ടൈം ഹൈ നോക്കുക, 22,526. 22,526 നിഫ്റ്റി 19,000, 20,000 റേഞ്ചിന്റെ അടുത്ത് നിഫ്റ്റി വന്നാലും ഇതിനെ നോർമൽ കറക്ഷൻ എന്നാണ് നമുക്ക് നിഫ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ഇപ്പൊ നോർമൽ കറക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിഫ്റ്റി ഒരു 10% ഒരു ഫാള് വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ കാണുന്ന സ്റ്റോക്കുകൾ 10% എല്ലാ മാർക്കറ്റിലും ഒരു ഫാള് വരാം. പല സ്റ്റോക്കുകളും ചിലപ്പോൾ ചില സ്റ്റോക്കുകൾ ഫാള് വരണമെന്നില്ല. എന്നിരുന്നാലും ഓൾമോസ്റ്റ് സ്റ്റോക്കുകളും 90% സ്റ്റോക്കുകളും 10%ത്തേക്ക് നിഫ്റ്റി ഒരു ഫാള് വരുമ്പോൾ ഒരു 15, 20, 30% വരെ ഒരു ഫാൾ എക്സ്പെക്ട് ചെയ്യണം. ചില സ്റ്റോക്കുകൾ അതിലും കൂടുതൽ ഫാള്, ഇപ്പോൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ വരുന്ന കമ്പനികൾ അതിലും കൂടുതൽ ഫാൾ എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി എപ്പോഴും യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എപ്പോഴും നല്ല ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക നല്ലൊരു ഫാള് കഴിഞ്ഞതിന് ശേഷം. അതായത് നിഫ്റ്റി അറൌണ്ട് ഒരു 30-40% ഒരു ഫാള് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു മൂവ്മെന്റ് ആണ് മാർക്കറ്റിലെ വലിയ ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാർക്കറ്റിൽ എപ്പോഴും മാറുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച പിന്നെ ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ നോർമൽ കറക്ഷൻ എന്ന് പറയുന്നത് 10% വന്നാലും ഓക്കെയാണ്. പക്ഷേ നിഫ്റ്റിയിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ന് വരും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നിഫ്റ്റി ആയാലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു, ഞാൻ മന്ത്ലി ചാർട്ടിലേക്ക് ഇടാണ്, താഴത്തേക്കായാലും നിഫ്റ്റിയിലും ഒരു ലെവല് കാണുന്നത് നിഫ്റ്റി ഒരു 15,000, 16,000 ആ ഒരു ലെവല്. അപ്പോൾ നിഫ്റ്റി ഒരു കറന്റ് ലെവലിൽ നിന്ന് 15,000, 14,000 എന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ ഹയർ ലെവലിൽ നിന്ന് 30%, 40% ഇടയിലാണ് നിഫ്റ്റിയിലെ ആ ഒരു ഫാള് വരിക. നമുക്ക് നിഫ്റ്റിയിലും ഒരു മൂവിങ് ആവറേജ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നിഫ്റ്റി ലോങ് ടേമിലേക്ക് അത് ഈ ഒരു ലെവല് ടെസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ ഈ വർഷം ടെസ്റ്റ് ചെയ്യൂ, 6 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യൂ, ഒന്നും നിഫ്റ്റിയിൽ പറയാൻ പറ്റില്ല. ഞാൻ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പക്ഷെ ഇൻ കേസ് ആ ഒരു ലെവല് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിലെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിത് വീണ്ടും പറയുന്നത് എൻ്റെ ഒരു ഇതാണ് പറയുന്നത്, എൻ്റെ ഒരു വ്യൂ ആണ് പറയുന്നത്. നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്ത് ഡിസിഷൻ എടുക്കുക.
അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന ഒരു പല സ്റ്റോക്കുകളായാലും ഇത്രത്തോളം ഒരു കറക്റ്റ് ചെയ്തു വന്നാൽ 50ഉം 100% ഒക്കെ പല സ്റ്റോക്കുകളിലേക്കും താഴ്ചയിലേക്കും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും ഇപ്പൊ നിഫ്റ്റി 50-യിലായാലും നിഫ്റ്റി മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലും ഒരു 90% സ്റ്റോക്കുകളും ലോങ് ടൈമിൽ പെർഫോം ചെയ്യില്ല. കറക്റ്റ് ചില സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30-50% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കയറണമെന്നില്ല. പിന്നെ നല്ലൊരു ബുൾ റാലി എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ വലിയൊരു ബുൾ റാലി ഒക്കെ മാർക്കറ്റ് വരാം, പറയാൻ പറ്റില്ല. അതൊക്കെ 5-10 വർഷമൊക്കെ കൂടുമ്പോൾ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പൊ അതിലൊക്കെയാണ് ചില സ്റ്റോക്കുകൾ അത് കയറാം. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും കയറാൻ പറ്റാത്ത സ്റ്റോക്കുകൾ ഇപ്പോഴും ഉണ്ട്, മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും റൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിഫ്റ്റി ഇവിടെ വരുമ്പോഴാണ്. പല ഓപ്പർച്യൂണിറ്റികൾ അത് മിസ്സായവർക്കും പുതിയത് വരുന്നവർക്കായാലും അത് വെയിറ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ബിഗ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ 6 മാസം എടുക്കാം, 1 വർഷം എടുക്കാം, ചിലപ്പോൾ 2 വർഷം എടുക്കാം. എന്നിരുന്നാലും ഈ ഓപ്പർച്യൂണിറ്റി അത് ബിഗ് ഓപ്പർച്യൂണിറ്റി ആണ്. അത് കിട്ടിയാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അത്. പിന്നെ പ്രത്യേകം പറയുന്നു, ഇപ്പോൾ ഇൻ കേസ് നിഫ്റ്റി ഈ ഒരു സമയത്ത് വരുമ്പോൾ പെർഫോം ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റോക്കുകൾ എന്ന് പറയാൻ പറ്റില്ല. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ ചില പ്രത്യേക കാറ്റഗറികളിലുള്ള സ്റ്റോക്കുകളായിരിക്കാം. ചിലപ്പോൾ നിഫ്റ്റി ഈ ഒരു ലെവലിലൊക്കെ വരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ വരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നിഫ്റ്റി ഈ ഒരു ലെവലിൽ വരുന്ന ഒരു സമയത്ത് പെർഫോം ചെയ്യുന്നത് ചില പ്രത്യേക കാറ്റഗറികളിലുള്ള സ്റ്റോക്കുകളായിരിക്കും. അതുകൊണ്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെയും റൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴൊക്കെ ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ ശരിക്കും മാർക്കറ്റിനെ നോക്കി പഠിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും വിദഗ്ധരായിട്ടുള്ള ആളുകളെ സമീപിച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്.